സക്സസ് അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്വിസേറ്റീവ് കേസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അക്വിസേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. വെൻ, ആരെ, എന്തിനെ എന്നൊക്കെയുള്ള ഒരു ഇതാണ് അക്വിസേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഹൂ ഈസ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ ആക്ഷൻ. ഹൂ ഈസ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ ആക്ഷൻ, അതാണ് അക്വിസേറ്റീവ് കേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദർ മാൻ വിത്ത് ദി ബ്ലൂ മാൻ. ദർ മാൻ എന്നുള്ളത് സബ്ജക്റ്റാണ്. നോമിനാറ്റീവ് കേസിൽ വിത്ത് എന്നുള്ളത് വെർബ് വന്നു. നമ്മൾ ദർ മാനിനനുസരിച്ച് വെർബിനെ ഗെവൻ എന്നുള്ള വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ദി ബ്ലൂ മാൻ. ഇതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ബ്ലൂ മാൻ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സാണ് ഇവിടെ. മാൻ ഗിഫ്റ്റ് ദി ബ്ലൂ മാൻ, മാൻ ബ്ലൂ മാൻ കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്ലൂമയാണ് ഇതിൻ്റെ അത് അക്വിസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അക്വിസേറ്റീവ് ആർട്ടിക്കിൾസ് നമ്മൾ നോമിനാറ്റീവിൽ കണ്ടതുപോലെ തന്നെ അക്വിസേറ്റീവിലും ബെസ്റ്റിൻ്റർ ഉണ്ട്. ബെസ്റ്റിൻ്ററാണ് രാക്സോ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. മസ്കുലൈനിൽ വരുമ്പോൾ ബെസ്റ്റിൻ്ററിൽ ദെൻ ആവും. ഫെമിനിൻ വരുമ്പോൾ ദി ആവും. നോയിട്രം ദസ് ആവും. പ്ലൂറൽ ദി ആവും. ഇതിനകത്ത് നോമിനേറ്റീവുമായിട്ട് ഡിഫറൻസ് ഉള്ളത് മസ്കുലിൻ മാത്രമേ ഇതിനകത്ത് ചേഞ്ച് ആകുന്നുള്ളൂ. ബാക്കിയെല്ലാം നോമിനേറ്റീവിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. ഉൽബെസ്റ്റിൻ്ററിൽ അതുപോലെ തന്നെ മസ്കുലൈനിൽ ഐനൻ, ഫെമിനൈൻ ഐനെ, നോയിട്രം ഐൻ. പ്ലൂറലിന് ബെസ്റ്റിൻ്റർ ആർട്ടിക്കിൾ ഇല്ല. നെഗാസിയോൺ വരുമ്പോൾ മസ്കുലൈൻ കൈനൻ, ഫെമിനൈൻ കൈനെ, നോയിട്രം കൈൻ, പ്ലൂറൽ കൈനെ. ഇനി അക്വിസേറ്റീവ് പേഴ്സണൽ പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അക്വിസേറ്റീവിലേക്ക് വരുമ്പോൾ ഇഷ് എന്നുള്ളത് മിഷ് ആയിട്ട് മാറും. ദു, ദിഷ്, എർ, ഇൻ, എസ് തന്നെയാണ്. സി തന്നെയാണ്. ഇയർ ഉൻസ് ആയിട്ട് മാറും. ഇയർ ഒയക്കാവും. സി തന്നെ. സി. നെക്സ്റ്റ് അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ വരുന്നത് 5 പ്രപ്പോസിഷൻസ് ആണ് അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ആയിട്ട് വരുന്നത്. ഇതിലേതെങ്കിലും ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ സെൻറ്റൻസ് അക്വിസേറ്റീവിലേക്ക് മാറും. അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ ഗോഡ് ഫുബ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് ഫുബ് ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഫസ്റ്റ് വൺ ഗഗൻ. അതിൻ്റെ മീനിങ് എഗെയിൻസ്റ്റ്, എറൗണ്ട് എന്നൊക്കെയാണ്. എറൗണ്ട് നമ്മൾ ടൈമിനെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എറൗണ്ട് എന്നുള്ള ഇത് എഴുതാൻ പറ്റും. ഓനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട്, ഡൂഷ് ത്രൂ, അറ്റ്, എറൗണ്ട്. കൂടുതലായിട്ട് നമ്മൾ ടൈമിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. വിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിൽ എന്നാണ് അതിൻ്റെ മീനിങ്. അക്വിസേറ്റീവ് പൊസസീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ നോമിനാറ്റീവിൽ നമ്മൾ പൊസസീവ് പ്രൊനൗൺസ് പഠിച്ചായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ അക്വിസേറ്റീവിലും പൊസസീവ് പ്രൊനൗൺസ് ഉണ്ട്. മസ്കുലൈൻ, ഫെമിനൈൻ, നോയിട്രം ആൻഡ് പ്ലൂറൽ. ഇഷ് വരുമ്പോൾ മസ്കുലൈനിൽ മൈനൻ, ഫെമിനൈനിൽ മൈനെ, നോയിട്രം മൈൻ, പ്ലൂറലിൽ മൈന വരും. ദു, ഡൈനൻ, ഡൈനെ, ഡൈൻ, ഡൈനെ. എർ ആൻഡ് എസ് സൈനൻ, സൈനെ, സൈൻ, സൈനെ. സി, ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. വിയർ, ഉൻസരൻ, ഉൻസറെ, ഉൻസറെ. ഇയർ വരുമ്പോൾ ഒയറൻ, ഒയറെ, ഒയർ, ഒയറെ. സി, ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. അടുത്ത സി, ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. ഇയറൻ ആണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അക്വിസേറ്റീവ് വെർബ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദീസ് വെർബ്സ് ഓൾവേസ് ടേക്ക് അക്വിസേറ്റീവ് കേസ്. ഈ വെർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റൻസ് ഓട്ടോമാറ്റിക്കലി അക്വിസേറ്റീവിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് അക്വിസേറ്റീവ് ബെസ്റ്റിൻ്റർ ആർട്ടിക്കിളും നെഗാറ്റീവ് ആർട്ടിക്കിളും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും ഈ പറയുന്ന വെർബ്സൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ.
നമ്മൾ ഈ വെർബും ഇതിൻ്റെ മീനിങ് എല്ലാം കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. ബ്രൗഹൻ, ഫസ്റ്റ് വൺ ബ്രൗഹൻ, അതിൻ്റെ മീനിങ് ടു നീഡ്. കോഞ്ചുഗേഷൻ ആണ് അടുത്ത് വരുന്നത്. ഇഷ് ബ്രൗഹെ, തു ബ്രൗസ്റ്റ്, പെർസിയസ് ബ്രൗക്റ്റ്, വിയർ ബ്രൗഹൻ, ഇയർ ബ്രൗക്റ്റ്, സി ബ്രൗഹൻ. കോഹൻ ടു കുക്ക്, ഇഷ് കോഹെ, തു കോക്സ്റ്റ്, പെർസിയസ് കോക്റ്റ്, വിയർ കോഹൻ, ഇയർ കോക്റ്റ്, സി കോഹൻ. എസൻ മീനിങ് ടു ഈറ്റ്. ഇഷ് എസെ, ദു ഇസ്റ്റ്, പെർസിയസ് ഇസ്റ്റ്, വിയർ എസൻ, ഇയർ എസ്റ്റ്, സി എസൻ. ഇവിടെ ഇസ്റ്റ് വരാൻ കാരണം എസൻ എന്ന് പറയുന്ന ഒരു ഇറഗുലർ വെർബാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡു ഫോമിലും എർസിയസ് ഫോമിലും ഇത് ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. നെഹ്മൻ മീനിങ് ടു ടേക്ക്. നെഹ്മൻ എസൻ പോലെ തന്നെ ഒരു ഇറഗുലർ വെർബാണ്. ഇഷ് നെഹ്മെ, ദു നിംസ്റ്റ്, എർസിയസ് നിംഡ്, വിയർ നെഹ്മൻ, ഇയർ നെംഡ്, സി നെഹ്മൻ. അടുത്തത് കൗഫൻ ടു ബൈ. ഇഷ് കൗഫെ, ദു കൗഫ്സ്റ്റ്, പെർസിയസ് കൗഫ്റ്റ്, വിയർ കൗഫൻ, ഇയർ കൗഫ്റ്റ്, സി കൗഫൻ. നെക്സ്റ്റ് അക്വിസേറ്റീവ് വെർബ്. കുറച്ചുകൂടി അക്വിസേറ്റീവ് വെർബുണ്ട്. ഇതിനകത്ത് ബസുഹൻ മീനിങ് ടു വിസിറ്റ്, ഹാവൻ ടു ഹാവ്, സെഹൻ ടു സീ, ട്രെഫൻ ടു മീറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഇതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അക്വിസേറ്റീവ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹോപ്പ് യു താങ്ക് യു.